അതെ, ഈ കായ എന്താണെന്ന് മനസ്സിലായോ? ഈ ഒരു കായ ഇത് നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നൊരു കായാണ്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ സ്ത്രീകൾ വീട്ടിലൊക്കെ തുണി അലക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്വർണ്ണപ്പണിക്കാരൊക്കെ സ്വർണം വെള്ളി ആഭരണങ്ങളൊക്കെ മിനുക്കാനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 20-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷത്തോടുകൂടി നമ്മുടെ ഡിറ്റർജൻറ്റുകളും സോപ്പുകളും ഒക്കെ വന്നതോടുകൂടി ഈ കായയുടെ അവസ്ഥ വളരെ പരിതാപകരമായി. കാരണം ഇതിൻ്റെ ഉപയോഗം വളരെ ഗണ്യമായിട്ടങ്ങ് കുറഞ്ഞു. ഇത് കാണാനേ കിട്ടാത്ത അവസ്ഥയായി. കാരണം നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ഇവിടെ മാംഗോ മെഡോസിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കായ ഉണ്ടായിരുന്നെന്നും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നെന്നും നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതാണെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല അറിവുകൾ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരു 80-ന് ശേഷമുള്ള ഒരു 90-ന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ അറിയാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ മാംഗോ മെഡോസിൽ ഈ മരം നിൽപ്പുണ്ട്, അതിൽ നിറയെ കായ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ കായ ഉണ്ടാവുന്ന ഈ മരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേത് മരമാണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ പേരാണ് സോപ്പിൻ കായ മരം, അല്ലെങ്കിൽ ഉറിഞ്ചിക്കായ, അല്ലെങ്കിൽ എന്താണ് പശക്കൊട്ട മരം, സോപ്പ് നട്ട് ട്രീ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പറയുന്നത് സാപ്പിൻഡസ് എമാർജിനേറ്റസ് എന്നാണ്. അപ്പോൾ ഈ കായ ഇങ്ങനെ ഞാൻ ഉരച്ച് കാണിച്ചു തരാം. ഇത് ഉരച്ച് കഴിഞ്ഞാൽ നല്ല സോപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ മിനുക്കാനും ഡ്രസ്സ് വാഷ് ചെയ്യാനും മാത്രമല്ല, ഇപ്പോൾ വിദേശികളൊക്കെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഹെയർ ഷാമ്പു ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഒക്കെ നല്ല സിൽക്കി ആയിട്ട് കിടക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കായ ഇതിൻ്റെ മേളിൽ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ കായ ഉണ്ടായി കിടക്കുന്നുണ്ടോ? അതാണ് ഈ സോപ്പിൻ കായ. അപ്പോൾ ഈ കായും ഈ മരവും ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ സോപ്പ് അത് എങ്ങനെയാണ് വരണേന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് ഉരച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ, ഞാനിതിപ്പോൾ കയ്യിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ കായ എടുത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കും. ഉരച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പത വരും. ദേ നോക്കിക്കേ, പത വരുന്നില്ലേ? നല്ല സൂപ്പറായിട്ട് പത വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊക്കെ ഒന്ന് ഉരച്ച് നോക്കാം, നല്ലതായിട്ട് ക്ലീൻ ആകും. ഞാനിത് മോതിരത്തേൽ ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കാം, എന്നിട്ട് വാഷ് ചെയ്യാം. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോതിരവും അത്യാവശ്യം നന്നായിട്ട് കളറായി മോതിരത്തേലും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിവുകൾ പ്രദാനം ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ നിങ്ങളുടെ വീട്ടിലുള്ളവരോ അതോ ഉപയോഗിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. അപ്പോൾ അതേപോലെ തന്നെ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.